ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഇന്ത്യയിലെ ജനസംഖ്യ എത്രയാണ് ഡോക്ടർ ലാലെ? നമ്മൾ ആരും ജനിച്ചിട്ടില്ല. ഈ ഇരിക്കുന്ന നമ്മളാരും ജനിച്ചിട്ടില്ല. 40 കോടി ജനങ്ങൾക്ക് താഴെ ഉള്ളൂ. അന്ന് ഏതാണ്ട് 36 കോടി ആളുകളേ ഉള്ളൂ. ഇപ്പോൾ 2025 അവസാനിക്കാൻ പോവുകയാണ്. ഇന്ത്യയിലെ ജനസംഖ്യ എത്ര? ഇന്ത്യയിലെ ചിലരെങ്കിലും അഭിമാനപൂർവ്വം പറയാറുണ്ട്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാഷ്ട്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന്. ഇങ്ങനെ 143 കോടി ജനത എല്ലാം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ജനസംഖ്യയിൽ നമ്മൾ ചൈനയെ കടത്തിവെട്ടി എന്നുള്ളത്, ഒളിമ്പിക്സിൽ മെഡൽ കൂടുതൽ കിട്ടിയെന്ന് പറയുന്ന അഭിമാനത്തിലാണ് അത്തരത്തിൽ നമ്മൾ ചില ആളുകൾ പറയുന്നത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ജനസംഖ്യ കൂടുമ്പോൾ വോട്ടർമാരുടെ എണ്ണം കൂടുമോ കുറയുമോ? ഒരു സാധാരണ കുട്ടി, സാധാരണ 2-3 ക്ലാസ്സുകളിൽ കണക്ക് കൂട്ടി പഠിക്കുന്ന ഒരു കുട്ടി, ആൺകുട്ടിയോ പെൺകുട്ടിയോ ആവട്ടെ, ആ കുട്ടിയുടെ മറുപടി എന്തായിരിക്കും? ജനസംഖ്യ കൂടുന്നുവെങ്കിൽ വോട്ടർമാരുടെ എണ്ണം കൂടും, അല്ലേ? ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് 1ാം ഘട്ടം സെറിൻ്റേത് വന്നത്. അവിടെയാണ് 55 ലക്ഷം വോട്ടർമാരെ ആ വിധത്തിൽ വെട്ടിമാറ്റിയത്. 3 മാസത്തിനിടയിൽ 22 ലക്ഷം ആളുകൾ മരണപ്പെട്ടു പോയി എന്നാണോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് എന്ന് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിയ അശോക് ലവാസ തന്നെ ചോദിക്കുക. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെയുള്ള കാലയളവിൽ 47 ലക്ഷം ആളുകൾ ഒറ്റയടിക്ക് കൂടുകയാണ്. എന്താണ് ഇതിൻ്റെ പിന്നിലേക്കുള്ള കള്ളക്കളി? അല്ല, അതിൻ്റെ പിന്നിലെ കാരണങ്ങളിൽ ചിലതൊക്കെ നമുക്ക് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ചില ക്ലിപ്പുകളിലേക്ക് പോയാലും ചിലപ്പോൾ കിട്ടിയേക്കും. ഈ ഒരു സ്ഥലത്ത് നിന്ന് മുങ്ങുന്ന വോട്ടർമാർ വേറെ ചില സംസ്ഥാനങ്ങളിൽ പൊങ്ങുന്നു, അവർ അവിടെ പിന്നീട് മുങ്ങും, അവിടെ നിന്ന് ചിലപ്പോൾ കേരളത്തിൽ വരും, ചിലപ്പോൾ കാശ്മീരിൽ പോവും. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന് അവരെ എങ്ങനെയായാലും ശരി ഞങ്ങൾ ചിലപ്പോൾ വോട്ട് നേടി ജയിക്കും എന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ട്. ലാലെ, അതിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം ചർച്ചയില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത് ഈ വോട്ടർ പട്ടികയിൽ ഇത്തരം കാര്യങ്ങളുമായി ഇത് പുതുക്കലാണ് നടക്കുന്നതെങ്കിൽ ശരി. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഇന്നിപ്പോൾ സർവകക്ഷി യോഗത്തിലല്ല, അതിന് മുമ്പ് തന്നെ, ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. 1950 ജനപ്രാതിനിധ്യ നിയമവും 1960 ഇതുമായി ബന്ധപ്പെട്ടുള്ള ചട്ടങ്ങളുണ്ട്. 1960 ഇതുമായി ബന്ധപ്പെട്ടുള്ള റൂൾസ് വന്നപ്പോഴും ഈ 2 കാര്യങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ വോട്ടിങ്ങിനെ പോലെ മറ്റൊന്നുമില്ല എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് 1950 റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്റ്റും 1960 വോട്ടർ രജിസ്ട്രേഷൻ റൂൾസും വെച്ചിട്ടാണ് എങ്കിൽ തൊട്ട് മുമ്പിലുള്ള കഴിഞ്ഞ ആ വോട്ടർ പട്ടിക വെച്ചാണ് പുതുക്കൽ നടക്കേണ്ടത്. അത് സമ്മറി സ്പെഷ്യൽ റിവിഷൻ മാത്രമല്ല, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ആയാലും അതാണ് നടക്കേണ്ടത്. ഇവിടുത്തെ ഒരു പ്രസക്തമായ ചോദ്യം 2002, 2003 കൊണ്ടുപോവുകയാണ്. ആലോചിച്ച് നോക്കണം. ഒരു 1/4 നൂറ്റാണ്ട് മുമ്പുള്ള വോട്ടർ പട്ടിക എടുത്ത് വെക്കുകയാണ്. ആ വോട്ടർ പട്ടിക വെച്ച് നമുക്കിതെല്ലാം അഴിച്ചാം കുഴച്ചാം ഒന്നേന്ന് ഈ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ തുടങ്ങാമെന്നാണ് ഈ പറയുന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. നാട് വിട്ടു പോയവർ, ഇവിടെ മരണപ്പെട്ടു പോയവർ, മറ്റെവിടേക്കെങ്കിലും പോയവർ നിലവിലുള്ള വോട്ടർ പട്ടിക വെച്ചാണ് ഇത് ചെയ്യേണ്ടത്. ഇതാണ് ഭരണഘടനാപരമായ ഒരു ലംഘനം ആദ്യം ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ളത്.